മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂൺ 29 തിങ്കൾ. പൗരന്മാർ എന്ന് തെളിഞ്ഞവർക്കേ പാസ്പോർട്ട് നൽകൂ എന്നും അതേസമയം പാസ്പോർട്ട് പൗരത്വത്തിന്റെ രേഖയല്ല എന്നും പറയുന്നത് യുക്തിക്കോ ജനാധിപത്യത്തിനോ നിരക്കാത്ത വാക്കകസരത്ത് മാത്രമായേ മനസ്സിലാക്കാനാവൂ എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പൗരന്മാർക്ക് നൽകുന്ന രേഖ തന്നെയാണ് പാസ്പോർട്ട്. പാസ്പോർട്ട് പൗരത്വരേഖയല്ല എന്ന വിദേശകാര്യ വക്താവിന്റെ പ്രസ്താവന വിവാദമായത് യൂണിയൻ സർക്കാരിന്റെ നയസമീപനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ആ പ്രസ്താവന ആശയക്കുഴപ്പത്തിനൊപ്പം ആശങ്കയും സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ത്യൻ പൗരത്വത്തിന്റെ സുപ്രധാന തെളിവായി തന്നെയാണ് ഇന്ത്യക്കാർ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ സർക്കാരുകളും പാസ്പോർട്ടിനെ കണക്കാക്കുന്നത്. അത് പൗരത്വത്തിന്റെ തെളിവാണ്. പക്ഷേ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല എന്ന അപഹാസ്യമായ വിരുദ്ധോക്തി പ്രയോഗവും സാങ്കേതിക വിവക്ഷയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഫലമാണ് എന്ന് പറയാമെങ്കിലും മൗലിക പ്രാധാന്യമുള്ള പൗരത്വ വിഷയത്തിൽ സർക്കാരിന് അമിതവും അവിഹിതവുമായ അധികാരം അത് നൽകുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അവ്യക്തത ആപൽക്കരമാവുന്നത്. പൗരത്വമില്ലാത്തവർക്ക് പ്രത്യേക സാഹചര്യത്തിൽ പൊതുതാൽപര്യം മുൻനിർത്തി പാസ്പോർട്ട് നൽകാൻ പാസ്പോർട്ട് നിയമം 1967 20-ാം വകുപ്പ് യൂണിയൻ സർക്കാരിന് അനുമതി നൽകുന്നുണ്ട് എന്നത് ശരിയാണ്. ഇത് പക്ഷേ പൊതുവ്യവസ്ഥയല്ല. പൊതുവ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അപവാദം മാത്രമാണ്. ഈ വകുപ്പാവട്ടെ വളരെ അപൂർവമായേ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ കാര്യം ഉദാഹരണം. നിയമത്തിന്റെ അപവാദത്തെ നിയമമായി കണക്കാക്കുന്നത് യുക്തിസഹമല്ലല്ലോ. സമാനമായി നിയമവിരുദ്ധ കടന്നുകയറ്റത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ബോംബെ ഹൈക്കോടതി പൗരത്വത്തിന് പാസ്പോർട്ട് തെളിവായി എടുക്കാതിരുന്നത് 2013 സാമാന്യവൽക്കരിക്കുന്നതും ശരിയല്ല. മറ്റൊരു വാദം പൗരത്വത്തിന് നിദാനം 1955 പൗരത്വ നിയമമാണെങ്കിലും പാസ്പോർട്ട് നൽകുന്നത് 1967 പാസ്പോർട്ട് നിയമം അനുസരിച്ചാണ് എന്നത്രേ. നിരർത്ഥകമാണ് ഇത്. പൗരത്വ നിയമപ്രകാരം കർശന പൗരത്വ പരിശോധനകൾക്ക് ശേഷമാണല്ലോ പാസ്പോർട്ട് അഥവാ പൗരത്വമില്ലെന്ന് മുമ്പേ നിർണയിക്കപ്പെട്ട വിരളമായ അപവാദങ്ങളിലൊഴിച്ച് നൽകാറുള്ളത്. അപ്പോൾ പൗരത്വമുണ്ട് എന്നതിന്റെ രേഖയാണ് പാസ്പോർട്ട് എന്നതല്ലേ നിയമപ്രകാരം യുക്തിസഹമാവുക? ദേശത്വത്തിന്റെ അഥവാ നാഷണാലിറ്റിയുടെ തെളിവാണ് പാസ്പോർട്ടെന്ന് പാസ്പോർട്ട് മാനുവലിൽ പറയുന്നുണ്ട്. പാസ്പോർട്ട് നിയമം 1967 6(2)A ഉപവകുപ്പ് പ്രകാരം അപേക്ഷകൻ ഇന്ത്യൻ പൗരനല്ലെങ്കിൽ അയാൾക്ക് പാസ്പോർട്ട് നൽകിക്കൂടാ. ഇതിന് ആകെയുള്ള ഒഴിവ് നിയമത്തിലെ 20-ാം വകുപ്പ് മാത്രമാണ്. 1978 മേനകാ ഗാന്ധി കേസിൽ ഇന്ത്യൻ ദേശക്കാരനാണ് എന്നതിന്റെ ഖണ്ഡിതമായ തെളിവാണ് പാസ്പോർട്ട് എന്ന് തന്നെ തീർപ്പുണ്ട്. ഇന്ത്യൻ ദേശത്വവും അത് മുഖേന പാസ്പോർട്ടും ഉള്ളവർക്ക് വിദേശങ്ങളിലെ ഇന്ത്യൻ കാര്യാലയങ്ങളിൽ നിന്ന് എല്ലാ സേവനത്തിനും അർഹതയുണ്ട് എന്നും പൗരത്വത്തിന്റെ ഏറ്റവും വിശ്വസനീയമായ തെളിവായി കരുതുന്ന പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്ന് പറയുന്നത് അമിതാധികാരത്തിനും അനീതികൾക്കും വാതിൽ തുറന്നുവെക്കുന്നു. ആധാർ പൗരത്വത്തിന് തെളിവല്ല എന്ന സമീപനമാണ് യൂണിയൻ സർക്കാരും സുപ്രീം കോടതിയും മുമ്പ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോഴും ഖണ്ഡിതമായ പൗരത്വ രേഖയായി പാസ്പോർട്ട് ഉണ്ട് എന്ന വിശ്വാസത്തിലായിരുന്നു രാജ്യം. പകരം അധികാരികൾക്ക് അപ്പോൾ ഇഷ്ടം പോലെ സ്വീകരിക്കാൻ പാകത്തിൽ അയഞ്ഞ നിർവചനങ്ങൾ നിലനിൽക്കുന്നത് ജനവിരുദ്ധമായി അവ പ്രയോഗിക്കാൻ ഭരണകൂടത്തിന് സൗകര്യം നൽകുന്നു. അർഹരായ ലക്ഷക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷന് സാധിച്ചത് രേഖകൾ സംബന്ധിച്ച് നിയമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവ്യക്തതകളിലൂടെയുമാണ്. പൗരത്വത്തെ സൂചിപ്പിക്കുന്ന രേഖകളിലൊന്നായി പാസ്പോർട്ടിനെ ഉൾപ്പെടുത്തിയ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പശ്ചിമബംഗാളിൽ പാസ്പോർട്ട് ഉണ്ടായിട്ടും SIRൽ നിന്ന് അനേകം പേരെ ഒഴിവാക്കി. ഇത്തരം പൗരത്വ നിഷേധത്തിന് കൂടുതൽ പിൻബലം നൽകുന്നത് കൂടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയ അവ്യക്തത. ഭരണമാറ്റത്തിന് വരെ ഇടം നൽകുന്ന വ്യാപ്തിയിൽ അത് ചില സംസ്ഥാനങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്നതും നാം കാണുന്നു. പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് ദ ഹിന്ദു പത്രത്തിന്റെ റിപ്പോർട്ടറുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് വിദേശകാര്യ വകുപ്പിന്റെ പാസ്പോർട്ട് പ്രസ്താവന വന്നതെങ്കിലും അക്രമോത്സുകമായ അമിതാധികാര പ്രവണത പ്രദർശിപ്പിക്കുന്ന ഒരു സർക്കാരിന്റെ കയ്യിൽ ഈ സാങ്കേതികതയും അവ്യക്തതയും ആയുധമാവും. പൗരന്മാർ എന്ന് തെളിഞ്ഞവർക്കേ പാസ്പോർട്ട് നൽകൂ എന്നും അതേസമയം പാസ്പോർട്ട് പൗരത്വത്തിന്റെ രേഖയല്ല എന്നും പറയുന്നത് യുക്തിക്കോ ജനാധിപത്യത്തിനോ നിരക്കാത്ത വാക്കകസരത്ത് മാത്രമായി സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാനാവൂ. പൗരന്മാരെ തീരുമാനിക്കാനുള്ള അവിഹിതമായ അധികാരം ഭരണകൂടത്തിന് ലഭിക്കാൻ അത് വഴി തുറക്കുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരെ നീക്കാൻ മടി കാണിക്കാത്തവർക്ക് പൗരന്മാരെ രാഷ്ട്രരഹിതരാക്കാനും മടിയുണ്ടാവില്ല. ലോകമെങ്ങും ഇന്ത്യൻ പൗരത്വത്തിന്റെ തെളിവായി പാസ്പോർട്ട് സമർപ്പിച്ച് ജീവിക്കുന്നവരെയും സഞ്ചാരികളെയും എന്തിന് ഇന്ത്യൻ സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥരെ പോലും ദേശരഹിതരാക്കാൻ പോന്ന വാദം നാട്ടിൻ നാണക്കേട് കൂടിയാണ്. മാധ്യമം പോഡ്കാസ്റ്റ്.